പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത് തിരിച്ചടി കേസ് ഫയൽ ചെയ്തവർക്കാണ്. കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അല്ല, അവരെയും കൂടെ ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് എന്റെ സംബന്ധിച്ചിടത്തോളം 100 പേരെ സ്വന്തമായിട്ടുള്ള സ്വയമായിട്ടുള്ള സംരക്ഷണം നോക്കണം. അതോടൊപ്പം തന്നെ 101 പേരെയും കൗൺസിലർമാരുള്ള നിലയ്ക്ക് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു. ഇവിടെ ഉത്തരവില്ലാതുണ്ട്. ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മറ്റൊരു സംബന്ധിച്ചെടുക്കാൻ പറ്റും. ഇത്തരം ഈ ഫയൽ ചെയ്തവരുടെ ഉദ്ദേശത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കലായിരുന്നുവെങ്കിൽ അങ്ങനെ ഓരോ ദൈവങ്ങളുടെയും സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും ശരിയായി കേസ് കൊടുത്തില്ല. സെലക്റ്റീവായോ ഇതുകൊണ്ട് അസാധുവല്ല എന്ന് പറയുമ്പോൾ അത് മാത്രം എടുത്തു പറയും. നമ്മൾ അതിൽ ഇത്ര പേരെ ചോദ്യം ചെയ്തു. നമ്മൾ 19 നമ്മൾ അല്ലല്ല നമ്മൾ ഞാൻ പറയാം അവർ കൗൺസിലർ അല്ല എന്ന് കോടതിയുടെ വിധിയിലുണ്ട്. ഇത് അവർക്ക് കൗൺസിലർമാരല്ല എന്ന് കോടതിയുടെ വിധിയിലുണ്ട്. ബഹുമാനപ്പെട്ട കോടതി വീണ്ടും ചോദ്യം വെക്കുന്നത് ആവശ്യം വരും. കോടതി തീരുമാനിക്കുന്നതനുസരിച്ച് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്ന ദിവസം ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ഇന്ന് ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. കേസിന്റെ വാദം ആരംഭിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിധി വന്നതിന് ശേഷം ആ കൗൺസിലർമാരൊക്കെ ആയിട്ട് മേയർ എന്നുള്ളതിലേക്ക് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നത്. അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട്. അവർ കൗൺസിലർ ഇപ്പൊ അല്ലെന്ന് കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവർ കൗൺസിലർ അല്ല എന്ന് കോടതിയുടെ വിധിയിൽ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് അവരിപ്പോ കൗൺസിലർമാരല്ല എന്ന് കോടതിയുടെ വിധിയിലുണ്ടോ? ഏത് ലൈനിലുള്ളത്? ഞാൻ സ്വാഭാവികതയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഏതെങ്കിലും ഒരു വരിയിൽ അവരിപ്പോൾ കൗൺസിലർ അല്ല എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും നടക്കണം. ബഹുമാനപ്പെട്ട കോടതി അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, മറ്റേ 4 ആഴ്ച സമയം ഉണ്ടല്ലോ. ഇതിപ്പോ വന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റല്ലേ ആയുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വീണ്ടും ചോദ്യം വരുമല്ലോ, ഈ ആവശ്യം വരുമല്ലോ. കോടതി തീരുമാനിക്കുന്നതനുസരിച്ച് ഈ കോടതി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. പറയണം. അങ്ങനെ ഉണ്ട്. ഏഞ്ചൽ ചോദിച്ചെന്തെങ്കിലും ലൈനിലുണ്ടോ? കോടതിയിലെ ഉത്തരവിലെ ലൈനിലുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അല്ല, സാധു ഏതിന് ഏതിന് അവരുടെ ചോദ്യത്തിനല്ല ഞാൻ മറുപടി പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഹൈക്കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ മേയർ എന്നുള്ളത് ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. തീർച്ചയായിട്ടും അത് അജണ്ട എല്ലാം ഇപ്പൊ തയ്യാറായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കൗൺസിലർമാർക്ക് അജണ്ട നൽകിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതൊന്ന് ചേർന്ന് കഴിഞ്ഞാൽ അജണ്ട അത് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ. വളരെ മുമ്പ് തന്നെ 29 കൗൺസിലർ പ്രിപ്പയർ ആയല്ലോ. അജണ്ട പ്രിപ്പയർ ആക്കി 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട്. അവർ 3 പേരുണ്ട്. അവരൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കും. അതെ, ഹെൽത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. എവിടെ ഉത്തരവില്ലതുണ്ടോ? മേയർ ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടും ഉണ്ട്.
കോടതി ഉത്തരവിൽ അതില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി മേയർ എന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റെസ്പോണ്ടൻസ് ആയിട്ട് പോയ വന്ന കൗൺസിലർമാരുടെ പേരുകളല്ലാതെ മറ്റു ചിലർ കൂടി ചില ദൈവങ്ങളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തു. സ്വാഭാവികമായിട്ടും 101 പേർക്കും ഈ വിധി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. അതിനെക്കുറിച്ചും ആലോചിക്കും, അതിന്റെ നിയമവശങ്ങൾ ആലോചിക്കും. അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനിറ്റ്സിലുണ്ട്, കേസ് പാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോ അല്ലെങ്കിൽ പിന്നെ അവരുടെ അസ്വാതന്ത്ര്യം ഈ വിധി വരുമ്പോൾ 101 പേർക്കും ബാധകമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുമ്പാകെ ഇപ്പൊ നിലവിലുള്ള കേസിൽ ഉള്ള കൗൺസിലർമാരല്ലാതെ മറ്റു പലരും കൂടി അത് ഫയൽ ചെയ്തവർ അത് ഫയൽ ചെയ്തു, അവരുടെ പേര് ഫയൽ ചെയ്തു, അതുകൂടി കണ്ടെത്തിയിട്ട് അവരുകൂടി ചെയ്യേണ്ടി വരും. അതിലൂടെ നിയമവശം പരിശോധിക്കും. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആരൊക്കെയാണ് ഏതൊക്കെ ദൈവങ്ങളുടെ പേരിലാണ് ചെയ്തത്. അല്ല, അവരെയും കൂടി ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 101 വരെ സംരക്ഷിക്കും. സ്വയമായിട്ടുള്ള സംരക്ഷണം നോക്കണം. അതോടൊപ്പം തന്നെ 101 പേരെയും കൗൺസിലർമാരുടെന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടല്ലേ. അപ്പൊ ഈ വിധി വന്നതോടുകൂടി അങ്ങനെ ചെയ്ത എല്ലാ പേരും ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ അല്ലാതെ ചെയ്ത എല്ലാ പേരും അതിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുണ്ട്, രേഖകൾ കാണിക്കുന്ന അങ്ങനെയാണ്, അവരും ഇവിടെ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന പോയിന്റ്. ഈ കേസ് പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത് തിരിച്ചടി കേസ് ഫയൽ ചെയ്തവർക്കാണ്. തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അവരാവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് നല്ല ജനപിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത് അല്ലേ. അതിൽ ഒരു വാക്ക് പോലും ഈ കൗൺസിലർമാർ അസാധുവാണെന്നോ ഇവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്നോ ഇവർ ഇപ്പോൾ കൗൺസിലർമാരല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറിനോ 48 മണിക്കൂറിനോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വന്നപ്പോൾ തന്നെ, ഈ വിഷയം ചർച്ചയിൽ വന്നപ്പോൾ തന്നെ ഇതിൽ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചിരുന്നു ഭരണസമിതി. അപ്പൊ അതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കോൺഫിഡൻസ്, മുമ്പത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതാണ് അതെ തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ ഫയൽ ചെയ്തവരുടെ ഉദ്ദേശശുദ്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കലായിരുന്നുവെങ്കിൽ അങ്ങനെ ഓരോ ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും പ്രതിയായി കേസ് കൊടുത്തില്ല. സെലക്റ്റീവായി അവിടെ ആ സങ്കുചിതമായ മാനസികാവസ്ഥയെ കൂടിയാണ് ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒന്നുകിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രീണിപ്പിക്കുവാനോ പ്രീതിപ്പെടുത്തുവാനോ ഭയം കൊണ്ടാണ് ഫയൽ ചെയ്യാത്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരാതിക്കാരൻ ഇറങ്ങിയതെങ്കിൽ അങ്ങനെ ചെയ്ത എല്ലാവരെയും പ്രതിയായി കൊടുക്കണമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. മറ്റു പലരും പല ഈശ്വരന്മാരുടെയും പേരിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഇറങ്ങി സെലക്റ്റീവായിട്ട് സംരക്ഷിക്കാറുണ്ട്. നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിച്ചു നോക്കണം. ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു പേരും, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം ഈക്വലി ആപ്ലിക്കബിൾ ആണ് ഈ വിധി 101 പേർക്ക്. ഈ കേസിൽപ്പെട്ടവരല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യണമോ? ഉണ്ട്, ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ട്. രേഖകളോട് പരിശോധിച്ചിട്ട് പറയാം. ഞാൻ പിന്നെ മേയർ എന്നുള്ള നിലയ്ക്ക് പിറ്റേ ദിവസം മുതൽ ഇപ്പം ഇവിടെ കളക്ടർ ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം മുതൽ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തെന്ന് പരിശോധിച്ച് നടക്കേണ്ടത് എന്റെ ജോലിയുമല്ല, അതിന് സമയമില്ല. ഇനി ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ മേയർ എന്നുള്ളത് പരിശോധിക്കണം. കാരണം ഇങ്ങനൊരു വിധി വന്നിട്ട് അവരും കൂടി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ, അസാധുവായ ഒരു 4 ആഴ്ചയ്ക്ക് ചെയ്തില്ലെങ്കിൽ സാധൂകരിക്കപ്പെടാത്തൊരു കൗൺസിലറാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നീട് ആരെങ്കിലും ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അവരിടപെട്ട് ചെയ്തതിനൊക്കെ തന്നെ പേഴ്സണലി ലയബിൾ ആയിരിക്കും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലോട്ട് പ്രതിപക്ഷത്തെ കൗൺസിലർ ആണെങ്കിലും തിരുവനന്തപുരം നഗരസഭ പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെ മേയർ എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഒരു പ്രതിപക്ഷ കൗൺസിലർ ആണെങ്കിലും അവർ പ്രതിസന്ധിയിലാവാൻ പാടില്ല. കാര്യം ജനങ്ങൾ തെരഞ്ഞെടുത്ത് 5 വർഷത്തേക്ക് വിട്ടതാണ്.
അപ്പൊ നിയമ പരിരക്ഷ അവർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഈ 20 വരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിനെ പോലെയോ അതിനേക്കാൾ കൂടുതലോ പരിഗണന കൊടുത്തുകൊണ്ട് അവരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അല്ല, അത് 20 അസാധുവല്ല അതെന്ന് പറയുമ്പോൾ അത് മാത്രം എടുത്തു പറയത്തില്ല. നമ്മൾ അതിൽ ഇത്രയും നേരം ചർച്ച ചെയ്തു. നമ്മൾ 19 നമ്മൾ അല്ലല്ല നമ്മൾ ഞാൻ പറയാം പിന്നെ നമ്മൾ 19 ഒരു സെക്ഷനായിട്ടും 1 വേറെ സെക്ഷനായിട്ട് ചർച്ച ചെയ്താൽ അത് പ്രസക്തിയുണ്ട്. അത് അസാധുവല്ല. അത് ഏഞ്ചല് കൺഫ്യൂഷനിൽ പറഞ്ഞാണ്. കോടതി തരം അസാധുവൊന്നുമില്ല. 4 ആഴ്ചയ്ക്ക് സത്യം. ഞാൻ പറയട്ടെ, ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ ഹർജി പോയത്? ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഹർജി പോയത്. എത്ര കാലം പ്രസംഗിച്ചു കോടതിയിൽ തൊട്ടോ? കോടതി പറഞ്ഞത് 4 ആഴ്ചയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് കോടതി പറഞ്ഞത്. അത് ഞങ്ങൾ അനുസരിക്കുന്നു. എന്ത് അത് പറഞ്ഞല്ലോ പരാതിക്കാരൻ പോയത്. ഞാൻ പറയുന്നത് നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിക്കും. സെലക്റ്റീവായിട്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നില്ല. അദ്ദേഹം കൊടുത്തെങ്കിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് എല്ലാ പേരും വീണ്ടും ഞാൻ കൊടുക്കണ്ടേ? സെലക്റ്റീവായിട്ട് ഇറങ്ങില്ല, അത് ചോദിക്കണം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞു പോയ ആളിനെ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല. തിരിച്ചടി അവിടെയാണ് ഏറ്റത്. ഇല്ല, ഒരു കോടതി ഒരു വിധി പറഞ്ഞാൽ കോടതി ഇപ്പൊ ആരെ അത് കോടതി വിധി വരുന്നതിന് മുമ്പല്ലേ? ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അപ്പലേറ്റ് കോർട്ടുകളുടെ ഹൈക്കോടതി സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഒരു പൊതുപ്രവർത്തന പാർട്ടി ആ വിധി മുകൾ കോടതിയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അപ്പീൽ പോകാം. ഞങ്ങൾ ആ കോടതി വിധിയെ ആരോഗ്യകരമായി അംഗീകരിച്ചു പോകുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ 50-60 വർഷത്തെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചു. ഞങ്ങളൊരു ജഡ്ജിന്റെയും ഹൈക്കോടതി ജഡ്ജിന്റെയും കൊലകത്ത് ചെയ്യാൻ പോയിട്ടില്ല. ജസ്റ്റിസ് VK ബാലിയെ നാട് നടത്തിയ ആരാ? ജഡ്ജിമാരെ ഹൈക്കോടതി ജഡ്ജിമാരെ കോലം കത്തിച്ചാരാ? ഹൈക്കോടതിയിൽ പ്രകടനം നടത്തിയ ആരാ? ഞങ്ങൾ ഒരിക്കലും നടത്തി ഒരു മജിസ്ട്രേറ്റ് കോടതിയിലോട്ട് ഞങ്ങൾ നടത്തി. അപ്പോൾ ഞങ്ങൾ കോടതി